AIADMK MLA-മാരെ അജ്ഞാത കേന്ദ്രത്തിലേക്ക് മാറ്റി. ശശികലയെ പിന്തുണയ്ക്കുന്ന 131 MLA-മാരെയാണ് മാറ്റിയത്. അതേസമയം MLA-മാർ ഇന്ന് രാത്രി തന്നെ ദില്ലിയിലേക്ക് തിരിക്കും. രാഷ്ട്രപതിയെ കാണാനാണ് ദില്ലിയിലേക്ക് തിരിക്കുന്നത്. വിവരങ്ങളുമായി ജോർജറ്റ് ജോൺ ടെലിഫോണിൽ ചേരുന്നു. ജോർജറ്റ്, വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ. രാഷ്ട്രീയത്തിൽ AIADMKയിലെ പടലപ്പിണക്കൽ പുറത്തായതോടെ ഭൂരിപക്ഷം തെളിയിക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. സത്യപ്രതിജ്ഞ വൈകുന്ന സാഹചര്യത്തിൽ ശശികല തനിക്ക് പിന്തുണയുള്ള 131 MLA-മാരെ പ്രത്യേകം കേന്ദ്രത്തിലേക്ക് മാറ്റിയതായാണ് ഏറ്റവും ഒടുവിൽ തമിഴ്നാട് രാഷ്ട്രീയത്തിൽ സംഭവിച്ച നാടകീയത. ഗവർണർ ചെന്നൈയിലെത്താൻ വൈകിയതിനാൽ ശശികലയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങുകളൊക്കെ വൈകുന്ന സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. ഇതിനെ തുടർന്ന് ഉള്ള സംഭവ വികാസങ്ങളുടെ ഫലമായാണ് പനീർശെൽവം ശശികലയ്ക്കെതിരെ രംഗത്തെത്തുകയും ചെയ്തത്. ഇതോടെ സത്യപ്രതിജ്ഞ വൈകിയ സാഹചര്യത്തിൽ രാഷ്ട്രപതിയെ നേരിട്ട് കണ്ട് ഭൂരിപക്ഷം തെളിയിക്കാനുള്ള ശ്രമങ്ങളാണ് ശശികല നടത്തിയത്. ഇതിന്റെ ഭാഗമാണ് 131 MLA-മാരെ പ്രത്യേകം മാറ്റുകയും ഇന്ന് തന്നെ ഡൽഹിയിലെത്തി സത്യപ്രതിജ്ഞയ്ക്ക് വേണ്ടിയുള്ള അനുവാദമൊക്കെ വാങ്ങാനുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്യുന്നത്. എന്നാൽ ഗവർണർ വിദ്യാസാഗർ റാവു നാളെ ചെന്നൈയിൽ എത്തുമെന്നുള്ള വിവരങ്ങളാണ് ഏറ്റവും ഒടുവിൽ ലഭ്യമാകുന്നത്. അതുകൊണ്ട് തന്നെ ഡൽഹിയിലേക്കുള്ള യാത്ര മാറ്റിവെക്കുമോ എന്നുള്ള കാര്യത്തിൽ ഇതുവരെ ഒരു സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. നാളെ വിദ്യാസാഗർ റാവു ചെന്നൈയിൽ എത്തിയാൽ പനീർശെൽവവും ശശികലയും ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തും എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. ഏതായാലും ഇതിനെ പ്രതികൂലമായി നിൽക്കുന്നത് ശശികലയ്ക്ക് പ്രതികൂലമായി നിൽക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഒരു വിശദീകരണ കുറിപ്പാണ്. ശശികലയുടെ പാർട്ടിയിലെ അംഗത്വവും അതേസമയം ജനറൽ സെക്രട്ടറി സ്ഥാനത്തെ പറ്റിയുള്ള പദവികളെ പറ്റിയും വിശദീകരണം നൽകണം എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. പാർട്ടിയുടെ മാനദണ്ഡങ്ങൾക്ക് ഭരണഘടനയ്ക്ക് വിരുദ്ധമായാണ് താൽക്കാലിക അംഗത്വമുള്ള ആൾ നിയമസഭാ കക്ഷി നേതാവായിരിക്കുന്നത് എന്നുള്ള രീതിയിലാണ് ഗവർണർ ഇപ്പോൾ വിശദീകരണം ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതേസമയം തനിക്കും ഭൂരിപക്ഷമുണ്ട് എന്നുള്ള രീതിയിൽ ഇപ്പോൾ കാവൽ മുഖ്യമന്ത്രിയായ പനീർശെൽവവും രംഗത്തെത്തുകയായിരുന്നു. ഭൂരിപക്ഷം തെളിയിക്കാൻ തയ്യാറാണെന്നും ശശികലയെ വെല്ലുവിളിക്കുകയും ചെയ്യുകയായിരുന്നു പനീർശെൽവം ചെയ്തത്. ഇതിനുള്ള നീക്കങ്ങൾ പനീർശെൽവത്തിന്റെ ഭാഗത്തു നിന്നും ആരംഭിച്ചിട്ടുണ്ട്. 131 MLA-മാർ ഇപ്പോൾ ശശികലയ്ക്കൊപ്പമാണ് ഉള്ളത് എന്നാണ് വിവരം. ഒരു കുതിരക്കച്ചവടത്തിലൂടെ ആരും പനീർശെൽവത്തിന്റെ പക്കലേക്ക് പോകാതിരിക്കാനുള്ള നീക്കങ്ങളുടെ ഭാഗം കൂടിയായാണ് 131 MLA-മാരെ ശശികല പ്രത്യേക കേന്ദ്രത്തിലേക്ക് മാറ്റിയത് എന്നും കൂടി കാണേണ്ടിയിരിക്കുന്നു. എന്തായാലും ജോർജറ്റ് ജോൺ ആണ് വിശദാംശങ്ങൾ നൽകിയത്. അന്തരിച്ച തമിഴ്നാട് മുൻ മുഖ്യമന്ത്രി ജയലളിതയുടെ മരണം സംബന്ധിച്ച് ജുഡീഷ്യൽ അന്വേഷണം നടത്തുമെന്ന് പനീർശെൽവം. ആവശ്യമെങ്കിൽ രാജി പിൻവലിക്കും. നിയമസഭയിൽ ഭൂരിപക്ഷം തെളിയിക്കും. ശശികലയെ താൽക്കാലികമായാണ് ജനറൽ സെക്രട്ടറിയാക്കിയത്. ഇടക്കാല ജനറൽ സെക്രട്ടറിക്ക് പകരം പുതിയ ആളെ കണ്ടെത്താൻ തെരഞ്ഞെടുപ്പ് നടത്തണമെന്നും പനീർശെൽവം പറഞ്ഞു. அரசியல் வாழ்க்கையில் கட்சிக்கு ஆட்சிக்கும் எந்த நிலையிலும் ஆளுங்கட்சியாக இருந்த பொழுதும் சரி எதிர்கட்சியாக இருந்த பொழுதும் சரி கட்சிக்கு எந்த நிலையிலும் பன்னீர்செல்வம் துரோகம் செய்தான் என்ற பெயர் என்னிடம் எப்பொழுதும் ஏற்பட்டதில்லை. இப்பொழுது மட்டும் அவர்கள் புதிதாக ஒரு பிரச்சனையை இங்கே பத்திரிகைகள் வாயிலாக சொல்லிக் கொண்டிருக்கிறார்கள். அதற்கு காலம்தான் உரிய பதிலை தரும். ராஜினாவை திரும்ப பெறுவதற்குரிய ஒரு கட்டாய சூழல் ஏற்பட்டால் உறுதியாக திரும்ப பெறுவேன். மாண்புமிகு இதயதேவம் புரட்சி தலைவி அம்மாவுடைய உடல்நிலை பற்றிய சந்தேகங்கள் இன்றைக்கு பரவலாக நாட்டு மக்களிடையே அவருடைய இதயங்களிலே இருக்கிறது. அதை போக்க வேண்டிய கடமை ஒரு அரசுக்கு இருக்கிறது என்பதை நான் உணர்ந்திருக்கிறேன். உறுதியாக ஒரு விசாரணை கமிஷன் அமைக்கப்படும். உச்ச நீதிமன்றத்தினுடைய தற்போது பொறுப்பில் இருக்கின்ற உச்ச நீதிமன்ற நீதிபதி அவர்கள் அந்த விசாரணை கமிஷனுக்கு பொறுப்பேற்று விசாரணை செய்து முடிவுகளை நாட்டு மக்களுக்கு அளிப்பார்கள் என்பதை தெரிவித்துள்ளார். പനീർശെൽവത്തെ രൂക്ഷമായി വിമർശിച്ച ശശികല പനീർശെൽവം പാർട്ടിയെ തകർക്കാൻ ശ്രമിക്കുന്നുവെന്നും ഇതിനു പിന്നിൽ DMK ആണെന്നും ശശികല പറഞ്ഞു. അമ്മ തെളിച്ച വഴിയിലൂടെ താൻ സഞ്ചരിക്കുമെന്നും പോയ്സ് ഗാർഡനിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ശശികല പ്രതികരിച്ചു. തമിഴ്നാട്ടിലെ രാഷ്ട്രീയ പ്രതിസന്ധിക്ക് പിന്നിൽ BJP-യുടെ കൈകളുണ്ടെന്ന് സുബ്രഹ്മണ്യൻ സ്വാമി. ഗവർണർ ഒളിച്ചു കളിക്കുകയാണെന്നും MLA-മാരുടെ പിന്തുണയുള്ള ആളിനെ മന്ത്രിസഭയുണ്ടാക്കാൻ ക്ഷണിക്കുക എന്നത് ഗവർണറുടെ കടമയാണെന്നും ഗവർണർ എത്തിയില്ലെങ്കിൽ രാഷ്ട്രപതിയെ കാണുകയാണ് പോംവഴിയെന്നും സുബ്രഹ്മണ്യൻ സ്വാമി പ്രതികരിച്ചു. Governor has got lost somewhere. Nobody knows where he is. Then what the MLAs can do? They have to come and meet the president. No. They have to be taken together
So they have to be assembled at one place, and then they will go and sit in one plane and come. അനിശ്ചിതത്വങ്ങൾക്കും ആശങ്കകൾക്കും നടുവിലാണിപ്പോൾ തമിഴ്നാട് രാഷ്ട്രീയം. ഈ സാഹചര്യത്തിൽ തമിഴ് ജനങ്ങളുടെ പ്രതികരണങ്ങളിലേക്ക്. அவங்க இறந்த பிறகு திடீர்னு சில மாற்றங்கள் எல்லாம் நடந்துகிட்டு இருக்குது. இப்போ என்னென்னா ஒரு பார்ட்டி சசிகலா கொண்டு வரணும் இல்லையாங்க, ஒரு பார்ட்டி பன்னீர்செல்வத்தை கொண்டு வராங்கன்னு இல்லையாங்க. என்ன நடக்குதுன்னே தெரியல. ஆனால் அவங்களுக்கு அம்மாவோட இருந்ததோட அவங்களுக்கு இந்த கட்சியில் உள்ள பெரிய ஈடுபாடுகள் எல்லாம் ஒன்றும் கிடையாது. அதனால் பன்னீர்செல்வம் இருந்தால் நல்லா இருக்கணும் உள்ள கருத்து இருக்குது இப்பொழுதுள்ள சூழ்நிலையில். தமிழ்நாட்டில் முதலமைச்சர் ஏற்கனவே பல ட்ரிப் தடவை இருந்ததால துணிச்சலோட செயல்பட்டுருந்தா இதோட நல்லா இருந்திருக்கு. இவங்களுக்கு முதலமைச்சருக்கு தகுதியே கிடையாது, அது கொடுக்கக்கூடாது. இவர் இருந்தால் பிரச்சனை இல்லையே, ஒவ்வொரு சொல்லுங்க இருக்கட்டும் அப்படின்னு சொல்லிட்டு மக்கள் இன்னும் அனைவரும் வெறுத்தான் சொல்லியாங்க. அது அம்மா இருந்த மாதிரி அவங்க தான் செய்யணும். அதனால் பன்னீர்செல்வம் தான் வேணும். என்னென்னா அவர் ஏற்கனவே ஆட்சியில் இருந்திருக்காருல, கொஞ்சம் நல்லதாக தான் இது பண்ணிகிட்டு இருக்காரு. நம்ம அம்மா இருக்க நேரத்தில் அவங்களுக்கு இஷ்டப்பட்டு அவங்கள தான் அமர்த்தினது. அதனால் கண்டிப்பாக அவர் தான் இருக்கிறதா நல்லது. பன்னீர்செல்வம் தான் நிறைய பண்ணிருக்காங்க. ஜெயிலில் இருக்கும்போது அவங்க வந்திருக்காங்க, அவங்க இருக்கிறது நல்லது. 29 ദിവസം നീണ്ടുനിന്ന ലോ അക്കാദമി സമരം അവസാനിപ്പിച്ചു. കാലതാമസം കൂടാതെ പുതിയ പ്രിൻസിപ്പലിനെ നിയമിക്കുമെന്ന് വിദ്യാർത്ഥികൾക്ക് മാനേജ്മെന്റിന്റെ ഉറപ്പ്. വ്യവസ്ഥകളിൽ നിന്ന് മാനേജ്മെന്റ് വ്യതിചലിച്ചാൽ സർക്കാർ ഇടപെടുമെന്ന് വിദ്യാഭ്യാസ മന്ത്രിയുടെ ഉറപ്പ്. ലോ അക്കാദമിയിൽ തിങ്കളാഴ്ച മുതൽ ക്ലാസുകൾ ആരംഭിക്കും. ലോ അക്കാദമി മാനേജ്മെന്റ് നേരത്തെ SFIക്ക് നൽകിയ ഉറപ്പുകൾക്കപ്പുറം ഒന്നും നേടാതെയാണ് വിദ്യാർത്ഥികൾ സമരം അവസാനിപ്പിച്ചത്. ജനുവരി 30 നടന്ന ചർച്ചയിൽ പ്രിൻസിപ്പൽ സ്ഥാനത്ത് നിന്ന് ലക്ഷ്മി നായരെ 5 വർഷത്തേക്ക് മാറ്റി നിർത്താമെന്ന് അക്കാദമി മാനേജ്മെന്റ് SFIക്ക് എഴുതി നൽകിയിരുന്നു. 5 വർഷത്തേക്ക് അധ്യാപികയായി പ്രവർത്തിക്കാൻ അനുവദിക്കില്ലെന്നും വ്യക്തമാക്കി. ഇതുൾപ്പെടെ SFI ഉന്നയിച്ച 17 ആവശ്യങ്ങൾ അംഗീകരിച്ചതായി മാനേജ്മെന്റ് രേഖാമൂലം ഉറപ്പ് നൽകിയിരുന്നു. പുതുതായൊന്നും ഇന്നത്തെ കരാറിലില്ലെന്ന് SFI. SFIയുടെ സമരം ഞങ്ങൾ അന്നെടുത്ത തീരുമാനം അത് തന്നെ ശരിയാണ് എന്നും മറ്റു വിദ്യാർത്ഥി സംഘങ്ങൾ കൂടി അംഗീകരിക്കുന്ന രീതിയിലാണ് ചർച്ച മുന്നോട്ട് പോയത്. ഇവിടെ അതിൽ കൂടുതൽ ഒരു തീരുമാനവും ഉണ്ടാക്കിയെടുക്കാൻ വിദ്യാർത്ഥി സംഘങ്ങൾക്ക് സാധിച്ചില്ല. അതേസമയം ലക്ഷ്മി നായരെ പൂർണ്ണമായും മാറ്റി നിർത്തുന്നതാണ് പുതിയ കരാറെന്ന് സമരം അവസാനിപ്പിച്ചുകൊണ്ട് വിദ്യാർത്ഥികൾ പറഞ്ഞു. നേരത്തെ ഉണ്ടായിരുന്ന കരാറിൽ നിന്ന് വ്യത്യസ്തമായി പ്രിൻസിപ്പൽ ആ സ്ഥാനത്ത് നിന്ന് ഒഴിഞ്ഞു എന്നുള്ളതായിരുന്നു നേരത്തെ കരാറിൽ. ഒഴിഞ്ഞു എന്നുള്ള വാക്കായിരുന്നു ആ ഒരു കരാറിൽ ഉണ്ടായിരുന്നത്. അതിൽ 5 വർഷം എന്ന് പറയുന്ന ഒരു ക്ലോസും ഉണ്ടായിരുന്നു. നമ്മൾ ഇന്ന് നടത്തിയിരിക്കുന്ന ചർച്ചയുടെ ഭാഗമായി നമുക്ക് അംഗീകരിച്ചു കിട്ടിയിരിക്കുന്ന ഈ രേഖയിലുള്ളത് പ്രിൻസിപ്പലിനെ തൽസ്ഥാനത്ത് നിന്ന് മാറ്റിയിരിക്കുന്നു, പൂർണ്ണമായി മാറ്റിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ അവിടെ 5 വർഷം എന്ന് പറയുന്ന ക്ലോസ് ഇല്ല. നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് കാണാവുന്നതാണ്. SFI കരാർ ഒപ്പിട്ടതിനു ശേഷം 7 ദിവസം കൂടി വലിച്ചു നീട്ടിയ സമരം പുതുതായി ഒന്നും നേടാതെയാണ് അവസാനിപ്പിച്ചതെന്ന് 2 കരാറുകളിൽ നിന്നും വ്യക്തം. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. SFIയും ലോ അക്കാദമി മാനേജ്മെന്റും തമ്മിലുണ്ടാക്കിയ കരാറിന് സമാനമാണ് വിദ്യാഭ്യാസ മന്ത്രിയുമായുള്ള ചർച്ചയിൽ ഒപ്പിട്ട പുതിയ കരാറും. ലക്ഷ്മി നായരെ പ്രിൻസിപ്പൽ സ്ഥാനത്ത് നിന്ന് മാറ്റാനും അധ്യാപക ജോലിയിൽ നിന്ന് ഒഴിവാക്കി നിർത്താനും നേരത്തെ SFIക്ക് മാനേജ്മെന്റ് ഉറപ്പു നൽകിയിരുന്നു. കൂടുതൽ ഉറപ്പുകളില്ലാതെയാണ് മറ്റു വിദ്യാർത്ഥികളും സമരത്തിൽ നിന്ന് പിൻവാങ്ങുന്നത്. ലോ അക്കാദമി മാനേജ്മെന്റ് നേരത്തെ SFIക്ക് നൽകിയ ഉറപ്പുകൾക്കപ്പുറം ഒന്നും നേടാതെയാണ് വിദ്യാർത്ഥികൾ സമരം അവസാനിപ്പിച്ചത്. ജനുവരി 30 നടന്ന ചർച്ചയിൽ പ്രിൻസിപ്പൽ സ്ഥാനത്ത് നിന്ന് ലക്ഷ്മി നായരെ 5 വർഷത്തേക്ക് മാറ്റി നിർത്താമെന്ന് അക്കാദമി മാനേജ്മെന്റ് SFIക്ക് എഴുതി നൽകിയിരുന്നു. 5 വർഷത്തേക്ക് അധ്യാപികയായി പ്രവർത്തിക്കാൻ അനുവദിക്കില്ലെന്നും വ്യക്തമാക്കി. ഇതുൾപ്പെടെ SFI ഉന്നയിച്ച 17 ആവശ്യങ്ങൾ അംഗീകരിച്ചതായി മാനേജ്മെന്റ് രേഖാമൂലം ഉറപ്പ് നൽകിയിരുന്നു. പുതുതായൊന്നും ഇന്നത്തെ കരാറിലില്ലെന്ന് SFI. SFIയുടെ സമരം ഞങ്ങൾ അന്നെടുത്ത തീരുമാനം അത് തന്നെ ശരിയാണ് എന്നും മറ്റു വിദ്യാർത്ഥി സംഘങ്ങൾ കൂടി അംഗീകരിക്കുന്ന രീതിയിലാണ് ചർച്ച മുന്നോട്ട് പോയത്. ഇവിടെ അതിൽ കൂടുതൽ ഒരു തീരുമാനവും ഉണ്ടാക്കിയെടുക്കാൻ വിദ്യാർത്ഥി സംഘങ്ങൾക്ക് സാധിച്ചില്ല. അതേസമയം ലക്ഷ്മി നായരെ പൂർണ്ണമായും മാറ്റി നിർത്തുന്നതാണ് പുതിയ കരാറെന്ന് സമരം അവസാനിപ്പിച്ചുകൊണ്ട് വിദ്യാർത്ഥികൾ പറഞ്ഞു. നേരത്തെ ഉണ്ടായിരുന്ന കരാറിൽ നിന്ന് വ്യത്യസ്തമായി പ്രിൻസിപ്പൽ ആ സ്ഥാനത്ത് നിന്ന് ഒഴിഞ്ഞു എന്നുള്ളതായിരുന്നു നേരത്തെ കരാറിൽ. ഒഴിഞ്ഞു എന്നുള്ള വാക്കായിരുന്നു ആ ഒരു കരാറിൽ ഉണ്ടായിരുന്നത്. അതിൽ 5 വർഷം എന്ന് പറയുന്ന ഒരു ക്ലോസും ഉണ്ടായിരുന്നു. നമ്മൾ ഇന്ന് നടത്തിയിരിക്കുന്ന ചർച്ചയുടെ ഭാഗമായി നമുക്ക് അംഗീകരിച്ചു കിട്ടിയിരിക്കുന്ന ഈ രേഖയിലുള്ളത് പ്രിൻസിപ്പലിനെ തൽസ്ഥാനത്ത് നിന്ന് മാറ്റിയിരിക്കുന്നു, പൂർണ്ണമായി മാറ്റിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ അവിടെ 5 വർഷം എന്ന് പറയുന്ന ക്ലോസ് ഇല്ല. നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് കാണാവുന്നതാണ്. SFI കരാർ ഒപ്പിട്ടതിനു ശേഷം 7 ദിവസം കൂടി വലിച്ചു നീട്ടിയ സമരം പുതുതായി ഒന്നും നേടാതെയാണ് അവസാനിപ്പിച്ചതെന്ന് 2 കരാറുകളിൽ നിന്നും വ്യക്തം. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.
ലോ കോളേജ് മുൻ പ്രിൻസിപ്പൽ രാജിവെച്ചതായുള്ള രേഖകൾ കാണിക്കാൻ മറ്റു വിദ്യാർത്ഥി സംഘടനകളോട് SFI ആവശ്യപ്പെട്ടു. SFI നേടിയെടുത്ത ആവശ്യങ്ങൾക്കപ്പുറം ഒന്നുപോലും മറ്റു സംഘടനകൾക്ക് നേടിയെടുക്കാനായിട്ടില്ല. രാഷ്ട്രീയ ലക്ഷ്യത്തോടെ ചർച്ചകൾ മനഃപൂർവ്വം വൈകിച്ചെന്നും SFI ആരോപിച്ചു. ഞങ്ങൾ നേടിയെടുത്ത ആവശ്യങ്ങൾക്കപ്പുറം ഒന്നും ചർച്ചയുടെ ഭാഗമായി നേടിയെടുക്കുന്നതിന് വേണ്ടി ഒരു വിദ്യാർത്ഥി സംഘടനകൾക്കും സാധിച്ചിട്ടില്ല. പ്രിൻസിപ്പാളിനെ ഇവിടെ സമരത്തെ തുടർന്ന് മാറ്റി രാജിവരെ സമരം എന്നുള്ളതാണ് മറ്റ് വിദ്യാർത്ഥി സംഘടനകളെല്ലാം മുന്നോട്ട് വെച്ച ആവശ്യം. ഇവിടെ അവർ ആവശ്യപ്പെടുന്നത് അവരുടെ പൂർണ്ണ വിജയം എന്നുള്ളതാണ്. ഇവിടെ രാജി ആർക്ക് കാണിച്ചു തരാൻ പറ്റും? ഞങ്ങൾ എല്ലാ വിദ്യാർത്ഥി സംഘടനകളോടും രാജിവെക്കാതെ ഒരു ഘട്ടത്തിലും സമരം അവസാനിപ്പിക്കില്ല എന്ന് എല്ലാ ഘട്ടങ്ങളിലും മുന്നോട്ട് പോയ ഇവർ രാജിവെച്ച ഒരു പേപ്പർ കാണിച്ചു തരാൻ മറ്റു വിദ്യാർത്ഥികൾക്ക് സാധിക്കുമോ? SFI നേടിയെടുത്തത് 17 ആവശ്യങ്ങൾ SFI നേടിയെടുത്തത് അതേ ആവശ്യങ്ങൾ അതേ കാര്യങ്ങൾ ഇന്ന് വിദ്യാഭ്യാസ മന്ത്രിയുടെ സാന്നിധ്യത്തിൽ കൂടി വീണ്ടും മാനേജ്മെന്റ് അറിയിച്ചു. അത് അംഗീകരിച്ച് പുറത്തു വന്നു എന്നുള്ളതാണ്. ഇവർ ഈ ക്യാമ്പസിലെ വിദ്യാർത്ഥികളോട് മാപ്പ് പറയണം. അവിടെ രാഷ്ട്രീയ പാർട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഇവർ ഈ രീതിയിലുള്ള ഇടപെടൽ ലോ അക്കാദമിക്കകത്ത് നടത്തിയിട്ടുള്ളത്. ലോ അക്കാദമിയുടെ കൈവശമുള്ള അധിക ഭൂമി സർക്കാർ തിരിച്ചെടുക്കണമെന്ന് റവന്യൂ വകുപ്പ് സെക്രട്ടറിയുടെ റിപ്പോർട്ട്. വിദ്യാഭ്യാസ ആവശ്യത്തിന് നൽകിയ ഭൂമിയിൽ ഹോട്ടലും ബാങ്കും പ്രവർത്തിക്കുന്നതായി റിപ്പോർട്ടിൽ പരാമർശം. ട്രസ്റ്റിന്റെ ഘടനയിലെ മാറ്റം രജിസ്ട്രേഷൻ വകുപ്പ് പരിശോധിച്ച ശേഷം നിയമവകുപ്പിന്റെ ഉപദേശം തേടണമെന്നും റവന്യൂ വകുപ്പ് സെക്രട്ടറി. റിപ്പോർട്ട് മന്ത്രി ഇ ചന്ദ്രശേഖരന് കൈമാറി. ലോ അക്കാദമിക്കെതിരെ ഗുരുതര പരാമർശങ്ങളുള്ള റിപ്പോർട്ടാണ് റവന്യൂ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി PH കുര്യൻ റവന്യൂ മന്ത്രിക്ക് കൈമാറിയത്. റിപ്പോർട്ടിലെ പ്രധാന പരാമർശങ്ങൾ ഇങ്ങനെ: ലോ അക്കാദമിയുടെ കൈവശമുള്ള ഉപയോഗിക്കാത്ത അധിക ഭൂമി തിരിച്ചെടുക്കണം. വിദ്യാഭ്യാസ ആവശ്യത്തിനായി കൊടുത്ത ഭൂമിയിൽ ബാങ്കും ഹോട്ടലും പ്രവർത്തിക്കുന്നുണ്ട്. ഇത് ചട്ടവിരുദ്ധമാണ്. അതിനാൽ ഇതിന്മേൽ നടപടി വേണം. ട്രസ്റ്റ് രൂപീകരിക്കുന്ന ഘട്ടത്തിൽ ഗവർണർ, മുഖ്യമന്ത്രി എന്നിവർ രക്ഷാധികാരികളായിരുന്നു. എന്നാൽ ഇതിന്ന് സ്വകാര്യ ട്രസ്റ്റായി മാറിയിരിക്കുന്നു. ഇതെങ്ങനെ സംഭവിച്ചു എന്നറിയുന്നതിന് രജിസ്ട്രേഷൻ വകുപ്പിനോട് ആരായണം. ഭൂമി ഏറ്റെടുക്കുന്നതിൽ നിയമതടസ്സമുണ്ടോ എന്നറിയുന്നതിന് നിയമവകുപ്പിന്റെ ഉപദേശം തേടണം. ഈ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് റവന്യൂ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി PH കുര്യൻ റവന്യൂ മന്ത്രിക്ക് റിപ്പോർട്ട് നൽകിയത്. ഭൂമി പ്രശ്നമടക്കം ചൂണ്ടിക്കാട്ടി VS അച്യുതാനന്ദൻ നൽകിയ കത്തിന്റെ അടിസ്ഥാനത്തിലാണ് മന്ത്രി ഇ ചന്ദ്രശേഖരൻ അന്വേഷണത്തിന് ഉത്തരവിട്ടത്. ഉച്ചയ്ക്ക് ലഭിച്ച റിപ്പോർട്ടിൽ മന്ത്രി ഇതുവരെ തീരുമാനമെടുത്തിട്ടില്ല. രജിസ്ട്രേഷൻ നിയമവകുപ്പുമായുള്ള അഭിപ്രായം ആരാഞ്ഞ ശേഷമാവും ഇത് മന്ത്രിസഭയുടെ പരിഗണനയ്ക്ക് വരിക. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. നളിനി നെറ്റോയ്ക്കെതിരായ ഹർജി തള്ളി. തിരുവനന്തപുരം വിജിലൻസ് കോടതിയാണ് ഹർജി തള്ളിയത്. സെൻകുമാറിനെ DGP സ്ഥാനത്ത് നിന്ന് നീക്കാൻ നളിനി നെറ്റോ കൃത്രിമം കാട്ടിയെന്നായിരുന്നു പരാതി. നളിനി നെറ്റോയ്ക്കെതിരെ തെളിവില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കോടതി ഹർജി തള്ളിയത്. അടുത്ത അധ്യയന വർഷം മുതൽ സംസ്ഥാനത്തെ ഫിഷറീസ് സ്കൂളുകളിൽ 50% ഡേ സ്കോളേഴ്സിന് കൂടി പ്രവേശനം നൽകുമെന്ന് ഫിഷറീസ് മന്ത്രി J. മേഴ്സിക്കുട്ടിയമ്മ. ഫിഷറീസ് സ്കൂളുകളിൽ വിദ്യാർത്ഥികളുടെ എണ്ണം കുറഞ്ഞ സാഹചര്യത്തിലാണ് പുതിയ തീരുമാനം. കോഴിക്കോട് ബേപ്പൂരിൽ അടുത്ത അധ്യയന വർഷം മുതൽ പ്രവർത്തനം ആരംഭിക്കാനിരിക്കുന്ന ഫിഷറീസ് സ്കൂളിൽ 50% ഡേ സ്കോളേഴ്സിന് കൂടി പ്രവേശനം നൽകും. നിലവിൽ സ്കൂളുകളിൽ താമസിച്ചു പഠിക്കലാണ് ഫിഷറീസ് സ്കൂളുകളിലെ രീതി. ഇതിന് അടുത്ത അധ്യയന വർഷം മുതൽ മാറ്റം വരുത്താനാണ് സർക്കാർ ആലോചിക്കുന്നത്. വീട്ടിൽ താമസിച്ച് സ്കൂളിൽ പോയി വരാൻ സാഹചര്യമുള്ള 50% വിദ്യാർത്ഥികൾക്ക് കൂടി ഫിഷറീസ് സ്കൂളുകളിൽ പ്രവേശനം നൽകുമെന്ന് മന്ത്രി മേഴ്സിക്കുട്ടിയമ്മ പറഞ്ഞു. ഫിഷറീസ് സ്കൂളിലെ കുട്ടികളുടെ എണ്ണത്തിൽ കുറവുണ്ട്. അപ്പോൾ ഞങ്ങൾ ഈ വർഷം തൊട്ട് 50% കുട്ടികൾ ഡേ സ്കോളേഴ്സ് ആയിട്ടുള്ള കുട്ടികൾക്ക് കൂടി അഡ്മിഷൻ കൊടുക്കാൻ നയപരമായൊരു തീരുമാനമെടുത്തു. അത് ഈ വർഷം തൊട്ട് നടപ്പിലാകും. അതിൻ്റെ ഭാഗമായി എല്ലാ സ്കൂളുകളിലും കുറെ കൂടെ മെച്ചപ്പെട്ട തരത്തിലേക്ക് കാര്യങ്ങളെ കൊണ്ടുപോകാൻ പറ്റും. കോഴിക്കോട് ജില്ലയിലെ വെള്ളയിൽ, പുതിയാപ്പ, ബേപ്പൂർ, കൊയിലാണ്ടി എന്നീ ഹാർബറുകൾ സന്ദർശിച്ച മന്ത്രി ഹാർബറുകളിൽ അടിയന്തരമായി പരിഹാരം കാണേണ്ട പ്രശ്നങ്ങളിൽ വേഗത്തിൽ നടപടികൾ കൈക്കൊള്ളുമെന്ന് അറിയിച്ചു. കൊയിലാണ്ടി ഹാർബർ ജൂൺ മാസത്തിൽ കമ്മീഷൻ ചെയ്യാനുള്ള അവസാനഘട്ട ഒരുക്കത്തിലാണെന്നും മന്ത്രി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഉത്തർപ്രദേശിലെ ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് ശനിയാഴ്ച. പരസ്യപ്രചാരണം നാളെ അവസാനിക്കും. 73 സീറ്റുകളിലായി 839 സ്ഥാനാർത്ഥികളാണ് മത്സരിക്കുന്നത്. ന്യൂനപക്ഷ വോട്ടുകൾ നിർണായകമായ ആദ്യഘട്ടത്തിൽ മുത്തലാഖ് വിഷയം സജീവമാക്കിയാണ് BJPയുടെ അവസാനഘട്ട പ്രചാരണം. എന്നാൽ ജനങ്ങൾ BJPയെ മുത്തലാഖ് ചെയ്യുമെന്നായിരുന്നു മായാവതിയുടെ പ്രതികരണം. 15 വർഷത്തിന് ശേഷം UPയിൽ അധികാരം ലക്ഷ്യമിടുന്ന BJPക്ക് മുമ്പിലെ അഗ്നിപരീക്ഷയാണ് പടിഞ്ഞാറൻ UPയിലെ വോട്ടെടുപ്പ്. നാളെ പരസ്യപ്രചാരണം അവസാനിക്കാനിരിക്കെ നിർണായകമായ ന്യൂനപക്ഷ വോട്ടുകൾ കേന്ദ്രീകരിച്ചാണ് അവസാനഘട്ട പാർട്ടി പ്രചാരണം. 30% മുസ്ലിങ്ങൾ, ജാട്ട്, ദളിത് വോട്ടുകളിലുമാണ് പടിഞ്ഞാറൻ UPയിൽ നിർണായകമാവുക. വ്യാപാരികളും ദിവസക്കൂലിക്കാരുമാണ് മിക്കവരും.
ബീഫിന്റെ പേരിൽ മധ്യവയസ്കനെ തല്ലിക്കൊന്ന ദാദ്രയിൽ ഉൾപ്പെടെ പടിഞ്ഞാറ് യുപിയിൽ ന്യൂനപക്ഷങ്ങൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ ഇപ്പോഴും സജീവം. വർഗീയ കലാപത്തിന്റെ നടുക്കത്തിൽ നിന്ന് വിട്ടുമാറാത്ത മുസാഫർ നഗറും മീററ്റുമാണ് ഭൂരിപക്ഷഗതി നിർണ്ണയിക്കുക. മത്സരിക്കുന്ന 839 സ്ഥാനാർത്ഥികളിൽ 168 പേരും ക്രിമിനലുകൾ. സാധാരണഗതിയിൽ BSPക്ക് വോട്ടുകുത്തുന്ന ഈ മേഖലകളിൽ ഇത്തവണ മാറ്റം ലക്ഷ്യമിട്ടാണ് BJPയുടെ പ്രകടന പത്രികയും. 90% യുവാക്കൾക്കും ജോലി, ജാതി വ്യത്യാസമില്ലാതെ സൗജന്യ ലാപ്ടോപ്പ്, 1 GB ഇന്റർനെറ്റ്, 6 ലക്ഷം രൂപയ്ക്ക് ഭവന വായ്പ, എല്ലാ വീടുകളിലും വൈദ്യുതി, ശൗചാലയം, LPG എന്നിവയ്ക്ക് പുറമെ മുത്തലാഖ് വിഷയവും സജീവമായി ചർച്ചയാക്കുകയാണ് BJP. അധികാരത്തിലെത്തിയാൽ സംസ്ഥാനത്തെ എല്ലാ സ്ത്രീകളോടും മുത്തലാഖ് വിഷയത്തിൽ അഭിപ്രായം ആരാഞ്ഞ് സുപ്രീം കോടതിയിൽ നൽകുമെന്നാണ് പ്രഖ്യാപനം. പ്രകടന പത്രികയിലുള്ള ഈ വാഗ്ദാനങ്ങൾ മുൻനിർത്തിയാണ് നേതാക്കൾ പടിഞ്ഞാറൻ യുപിയിലെ ജനങ്ങളോട് വോട്ട് ചോദിക്കുന്നത്. എന്നാൽ BJP ജനങ്ങൾ സംസ്ഥാനത്ത് നിന്ന് മുത്തലാഖ് ചെയ്യുമെന്നാണ് മായാവതിയുടെ ആരോപണം. കഴിഞ്ഞ തവണ 11 സീറ്റ് മാത്രമാണ് BJPക്ക് നേടാനായത്. എന്നാൽ ഇത്തവണ മുത്തലാഖ് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ സജീവമാക്കി നിർത്തുന്നതിലൂടെ കൂടുതൽ ഭൂരിപക്ഷം കൈക്കലാക്കാമെന്നാണ് BJPയുടെ പ്രതീക്ഷ. എന്നാൽ കൂടുതൽ ന്യൂനപക്ഷ സ്ഥാനാർത്ഥികളെ മുൻനിർത്തിയുള്ള BSPയുടെ പ്രചാരണം കടുത്ത വെല്ലുവിളിയാണ് BJPക്ക് ഉയർത്തിയിരിക്കുന്നത്. മനുശങ്കർ, ന്യൂസ് ബ്യൂറോ, ദില്ലി.